ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേപോലെ ഇന്ന് അടുക്കളയിലേക്ക് നേരത്തെ കയറണം, കാരണം സ്കൂളില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മദ്രസ ഉള്ള ദിവസമാണല്ലോ. അപ്പോൾ എന്നാൽ നേരത്തെ കയറണവർക്ക് 7:30 ആകുമ്പോഴത്തേന് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഒരു 7:20 ആകുമ്പോൾ ഇവിടുന്ന് കൊണ്ടുവിടുക. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് അടുക്കളയിലൊക്കെ വന്ന് ഒരു ചായ ഇട്ടൊക്കെ ഒന്ന് കുടിക്കട്ടെ ആദ്യം. പിന്നെ ഒന്ന് രാവിലെ ചായക്കടി ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചോറൊക്കെ വെച്ചതുണ്ട്. അപ്പം കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലെന്ന് അടുക്കളയിൽ. ചോറുണ്ട്, മീൻ കറിയുണ്ട്. മീൻ വറുക്കാൻ ഉപ്പേരിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ മുട്ടേനെ പുഴുങ്ങാൻ അടുപ്പത്ത് വെച്ച് പൊടി വാട്ടാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ച് ഒന്ന് വാട്ടിയെടുക്കണം. ഞാൻ പൊടി ഇടഞ്ഞെടുക്കാൻ വേണ്ടി എടുത്ത പാത്രത്തിൽ തന്നെ അങ്ങ് പൊടി വാട്ടിപ്പോയി. നമുക്ക് പ്ലാസ്റ്റിക് പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ കാണണ്ട, ഇനി വീഡിയോ കാണുമ്പോഴാവും. അങ്ങനെ ഈ ചായയൊക്കെ ആയിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്ന് വാട്ടിയെടുക്കണം. ഈ ചായ ഇട്ട് കൊണ്ട് കൊടുക്കട്ടെ. പിന്നെ ഇവിടെ പിള്ളേരൊന്നും ചായ കൊടുക്കൂല കേട്ടോ, അവർക്കൊക്കെ ചൂടുവെള്ളം വേണം. പിന്നെ മൂത്താളെ ഇടയ്ക്കൊക്കെ ഒരു കട്ടൻ ചായ ചോദിക്കും. അവർക്ക് ചിലപ്പോൾ തലവേദനയാണ്, ഉമ്മി ചായ ഇട്ട് തരുമോ ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ കുടിപ്പിക്കാറില്ല. വെള്ളം ഉണ്ടാവും, ചൂടുവെള്ളം, അതേ കുടിക്കാറുള്ളൂ. അങ്ങനെ ഉള്ളിയൊക്കെ വാടി ചൂടാറാൻ വെച്ചിട്ടുണ്ടോന്ന് കുറച്ച് നാളികേരുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ഉള്ളിയും കൂടെ ഇട്ടങ്ങ് അരച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇടിയപ്പമൊക്കെ അവിടെ സെറ്റായി വരുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ എണീറ്റ് കുളിക്കാൻ പോയിട്ടുണ്ട്, മദ്രസ ഉണ്ടല്ലോ. അവർ കുളിച്ച് കയറുമ്പോഴത്തേന് ഇതൊക്കെ ഒന്ന് താളിച്ചെടുക്കട്ടെ. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ലായിരുന്നു, കാരണം അരച്ചെടുക്കണതുകൊണ്ട് തന്നെ അതിനകത്ത് പച്ചമുളക് ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ താളിക്കണതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അവർക്കൊന്ന് ഇടിയപ്പമൊക്കെ എടുത്ത് കൊടുക്കട്ടെ. പിന്നെ ഇടിയപ്പം ചുട്ട കുറച്ച് പാത്രങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇടിയപ്പം ആണെങ്കിൽ പാത്രം പെട്ടെന്നുണ്ടല്ലോ പെരക്കാൻ. ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് അവരെ മദ്രസയിൽ കൊണ്ടുവിടാൻ പോയി. എനിക്കിപ്പോൾ വരും അവരെ കൊണ്ടുവിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ. അപ്പോൾ അതിന് ഞാൻ ചോറ് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് മദ്രസയിൽ മീറ്റിങ്ങും ഉണ്ട്, പാരൻസ് മീറ്റിംഗ്. അപ്പം അതിനും പുണയ്ക്കാട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പം ഞാൻ മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് വേണം അവിടെ പോയി വരാൻ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ പാത്രം കഴുകി ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ പിന്നെ മുറ്റം തൂത്ത് കൈയും കാലം കഴുകി അങ്ങ് പോവാമല്ലോ മദ്രസയിൽ. ഇവിടെ അടുത്ത് തന്നെയാണ്, 2 വീടപ്പുറത്താണ് മദ്രസ്. ഈ ചൂലുകൊണ്ട് തൂത്താൻ എന്താ പറയുക, പോച്ച പെട്ടെന്ന് കിളിക്കും. പക്ഷെ തൂക്കാനൊക്കെ എളുപ്പമാണ്. എങ്ങനെയായാലും ഞാൻ ദിവസം തൂക്കാൻ നോക്കും. എനിക്ക് മുറ്റം തൂത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു മാതിരി വൃത്തികേട്. പിന്നെ എത്ര തൂത്താലും ഈ ഒരു പുളി മരത്തുമെന്നേ ഇല വീഴും. അതൊന്നും തന്നെ ഉണങ്ങിക്കാണ്ടും വാടിക്കാണ്ടൊന്നുമില്ല, പച്ച ഇലയായിട്ടാണ് വീഴുക. എത്ര തൂത്താലും വൃത്തി കാണത്തില്ല. അങ്ങനെ മദ്രസയിലൊക്കെ പോയി വന്ന് പിന്നെ ഭയങ്കര ദാഹം. തണ്ണിമത്തം കൊടുന്നായിരുന്നു അവരെ വിളിച്ചുകൊണ്ട് വരുന്ന ടൈമിൽ. അപ്പോൾ പിന്നെ അതങ്ങ് എല്ലാവർക്കും ഒന്ന് കലക്കി കൊടുത്തേന്. ഇങ്ങനെ വേണമെങ്കിൽ ഇവരെല്ലാവരും ഇത് കുടിക്കൂട്ടോ, അല്ലെങ്കിൽ അതവിടെ കിടക്കും. ഇപ്പോൾ തണ്ണിമത്തനൊക്കെ എല്ലാവരും കുടിച്ച്. ഇനി കുറച്ച് കൊഞ്ചൊക്കെ ഉണ്ട് അവിടെ നന്നാക്കി വെച്ചിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഒരു പാവയ്ക്ക ഉണ്ട്, അതുകൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് പാവയ്ക്കും ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നു, നല്ല കഴിച്ചതിൻ്റെ ഉച്ചക്കത്തെ ബാക്കി. അപ്പോൾ അതും കൂടെ അതിനകത്ത് കൂടെ ഇട്ടാൽ അതിനത് മതിയാവും. നല്ലപോലെ ബ്രൗൺ കളറാക്കി അങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ തേങ്ങ ഇട്ടതാണെങ്കിൽ പറ്റൂലൊക്കെ ഈ നെഞ്ചരിച്ചിലുള്ളത് കൊണ്ടേ, അതുകൊണ്ട് പിന്നെ അധികം ഇങ്ങനെ ഞാൻ ചെയ്യാം. അപ്പോൾ അതിന്ന് കുറച്ച് സവാള എടുത്ത് മാറ്റി വെച്ചത്. കുഞ്ഞുങ്ങൾക്ക് മീൻ വറുത്തതാണെങ്കിൽ ചിക്കൻ വറുത്താണെങ്കിലൊക്കെ വേണം അതിൻ്റെ കൂടെ സവാള. അപ്പോൾ സവാളക്കൊക്കെ നല്ല വിലയാണല്ലോ.
അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാണ് അവർക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. കൊഞ്ച് വറുത്തിന് ആ ചട്ടിക്കകത്ത് തന്നെ ഇട്ട് 2 മീനും കൂടെ വറുക്കട്ടേക്ക്. അതൊക്കെ മീൻ വറുത്ത് തന്നെ വേണ്ടി വരും. കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, ചൂടാക്കണമല്ലോ. ഈ മുളക് കറി പിന്നെ 2 ദിവസം വെച്ചാലും ചീത്തയാകത്തില്ലല്ലോ, രുചി കൂടത്തുള്ളൂ. അങ്ങനെ പിന്നെ എല്ലാവരും കഴിക്കാൻ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ള എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും.